Hello friends, welcome to Toppers World. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലിയാണ്. അടിസ്ഥാന പാഠാവലിയിലെ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് കനിവായ് നിലാവായ് എന്നുള്ള നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ ക്ലാസ് ആണ് തുടങ്ങിയിരിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്ററിന്റെ ക്ലാസ് പരിക്കേറ്റ കുട്ടി എന്നുള്ള ഒരു കവിതയാണ് നമ്മൾ പറഞ്ഞിരുന്നു. ആ കവിതയുടെ ആശയത്തിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആൾക്കാരാണെങ്കിൽ കണ്ടതിന് ശേഷം ചോദ്യോത്തരങ്ങൾ ചെയ്യുക കേട്ടോ. കാരണം നമുക്കൊരു കവിത വായിക്കുമ്പോൾ അതിന്റെ ആശയം ആദ്യം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് ആശയത്തിന്റെ ക്ലാസ് കാണാൻ പറഞ്ഞത്. എല്ലാ ക്ലാസ്സിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അടിസ്ഥാന പാഠാവലിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിക്കേറ്റ കുട്ടി എന്നുള്ള കവിതയിലെ ആശയത്തിന്റെ ക്ലാസ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററിന്റെ ചോദ്യോത്തരങ്ങളാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കവിത മൗനമായി വായിക്കൂ, അതിനുശേഷം ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് യോജിച്ച് ഈണം കണ്ടെത്തി ചൊല്ലാനാണ് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഈണമൊക്കെ ഇട്ട് കൊടുത്ത് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഗ്രൂപ്പായിട്ട് പ്രസന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം പുതിയ പദങ്ങൾ. കവിത ചൊല്ലുമ്പോൾ ചില പുതിയ വാക്കുകൾ കണ്ടെത്തിയോ? തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പുതിയ വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലേ. പുസ്തകത്തിലെ പദപരിചയം നോക്കിയും ടീച്ചറോട് ചോദിച്ചും അവയുടെ അർത്ഥം മനസ്സിലാക്കി നോട്ട് പുസ്തകത്തിൽ എഴുതണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ തന്നെ ലാസ്റ്റ് പേജിൽ നിങ്ങൾക്ക് പദപരിചയം വേണ്ടി കൊടുത്തിട്ടുണ്ടാവും അല്ലേ. എല്ലാ ന്യൂ വേർഡ്സിന്റെ മീനിങ്സും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ കവിതയിൽ ചില പുതിയ പദങ്ങൾ നോക്കാം. അമ്പാട് എന്ന് വെച്ചാൽ സ്നേഹത്തോടെ, അലോക്യം ഇഷ്ടമില്ലായ്മ ദേഷ്യം, ഉജ്ജ്വല നക്ഷത്രം പറഞ്ഞ തിളങ്ങുന്ന നക്ഷത്രം, ഒക്കിൽ പറഞ്ഞ അരക്കെട്ടിന്റെ ഒരു വശത്ത്, ഓരത്ത് പറഞ്ഞ സമീപം അല്ലെങ്കിൽ അരികെ, കഷ്ടത പറയുന്നത് വിഷമം, കുഴഞ്ഞു മറിയുക പറഞ്ഞ സങ്കീർണമാവുക എന്നാണ് അതിന്റെ അർത്ഥം, കുന്നുകൂന്ന് പറഞ്ഞ നന്നായി കുനിഞ്ഞ്, കൊഞ്ഞനം കുത്തുക പറഞ്ഞാൽ മുഖം കൂട്ടി പരിഹസിക്കുക, കോറിയിടുക പറയുന്നത് വരച്ചിടുക, കോലായ എന്ന് പറയുന്നത് വീടിന്റെ ഉറയം അല്ലെങ്കിൽ വീടിന്റെ വരാന്ത എന്നൊക്കെ പറയും, ക്ഷതം പറഞ്ഞാൽ മുറിവ് അല്ലെങ്കിൽ പരിക്ക്. ഇതാണ് ന്യൂ വേർഡ്സ്. ഇനിയും ഒരുപാട് ന്യൂ വേർഡ്സ് ഉണ്ട്. അപ്പൊ അതും കൂടെ കണ്ടെത്തിട്ട് അതിന്റെ അർത്ഥം കൂടെ എഴുതുക കേട്ടോ. അടുത്തത് കവിതയിലെ അമ്മയും കുട്ടിയും. കുട്ടിക്ക് പരിക്കുണ്ടാവാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട്? അമ്മ കുട്ടിയെ സമാധാനിപ്പിക്കുന്നത് എങ്ങനെ? കരയുന്ന കുട്ടി ചിരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഗ്രൂപ്പുകളായിരുന്ന് കവിത വായിച്ച് ഈ കാര്യങ്ങൾ കണ്ടെത്തൂ, ക്ലാസ്സിൽ പൊതുവായി അവതരിപ്പിക്കുക. മനസ്സിലായി? അപ്പൊ എന്തൊക്കെ കണ്ടെത്തണം? കുട്ടിക്ക് പരിക്കുണ്ടാവാൻ എന്താണ് കാരണം, എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടാവാം, അമ്മ കുട്ടിയെ എങ്ങനെയാണ് സമാധാനിപ്പിച്ചത്, കരയുന്ന കുട്ടി പിന്നീട് ചിരിച്ചു എന്ന് പറയുന്നുണ്ട്, അത് ചിരിക്കാൻ എപ്പോഴാണ് ചിരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, കുട്ടി പലതവണ കട്ടിലിൽ കയറുകയും വീഴുകയും ചെയ്യുന്നുണ്ട്. പനിനീർ പൂവിന്റെ മുള്ളുകൊണ്ടും മരം കയറിയും ഒക്കെ കുട്ടി വീഴ്ചകൾ മുറിവുകൾ ഒക്കെ നേരിടുന്നുണ്ട്. എന്നാൽ ഈ വീഴ്ചകളിൽ ഒന്നും നീ പേടിക്കുകയോ തളരുകയോ വേണ്ട എന്ന് അമ്മ പറയുകയും ഈ വീഴ്ചകളെല്ലാം നിനക്കുള്ള പാഠങ്ങളാണ് എന്ന് അമ്മ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഈ വീഴ്ചകൾ പതറാൻ ഉള്ളതല്ല എന്ന് അമ്മയുടെ സ്നേഹമുള്ള വാക്കുകളിൽ നിന്നും തിരിച്ചറിഞ്ഞ കുട്ടിയിൽ നിന്നും വേദന അകന്നു പോകുന്നു. പകരം ആ കുട്ടി ചിരിക്കാൻ തുടങ്ങുന്നു. അപ്പൊ എല്ലാത്തിനുള്ള ആൻസർ ആയില്ലേ? അതായത് എന്താണ്, എങ്ങനെയാണ് പരിക്കുണ്ടാവുന്നത്, അമ്മ എങ്ങനെയാണ് സമാധാനിപ്പിച്ചത്, കുട്ടി ചിരിക്കാൻ കാരണം എന്താണ്, ഈ മൂന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള ആൻസർ ആയിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം വാക്കുകൾ കൊണ്ടുള്ള ചിത്രം. ഒരു ചെറിയ 4 വരി കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉരച്ചി പണ്ണിമക്ഷതം ഓരോന്നുമേ തിരിച്ചും ചുംബിച്ചാളുടൻ അമ്മ, സ്ഫുടിച്ച പുഷ്പത്തേളി പോലെ കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ. വേദനിച്ചു കരയുന്ന കുട്ടിയുടെ അടുത്തെത്തുന്ന അമ്മ, അമ്മയുടെ ആശ്വസിപ്പിക്കൽ, കുട്ടിയുടെ ഭാവമാറ്റം, ഈ കാര്യങ്ങളെല്ലാം ഈ 4 വരികളിലുണ്ട്. ഇതിൽ അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുമ്പോൾ കുട്ടിയിൽ ഉണ്ടാകുന്ന ഭാവമാറ്റം എത്ര മനോഹരമായിട്ടാണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത്. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഈ വരികൾ വിശകലനം ചെയ്താണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത് കേട്ടോ. തന്റെ വീഴ്ചകളിൽ ഉണ്ടായ മുറിവിനാൽ ഭയന്ന് നിലവിളിച്ച കുഞ്ഞിനെ വിടർന്ന പൂവിൽ ഒരു വണ്ട് എത്രമാത്രം ആഴത്തിൽ ചുംബിക്കുമോ അത്രമാത്രം സ്നേഹത്തോടെ അമ്മ ചേർത്തണച്ചു. അമ്മയുടെ സ്നേഹത്തിൽ തന്റെ വേദനയും മുറിവുകളും ഇല്ലാതെയായി എന്ന് കുഞ്ഞിന് തോന്നി. അതോടെ തന്റെ വേദനകൾ മറന്ന് കുഞ്ഞിന്റെ മുഖം ചിരിയാൽ മനോഹരമായി. അടുത്തത് നമ്മുടെ ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആസ്വാദനം എഴുതുന്നത് കേട്ടോ. ആസ്വാദനം എഴുതുന്നതെല്ലാം നന്നായി മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതിനാണ് ആശയം പറഞ്ഞാലാണ് നമുക്ക് ആസ്വാദനം എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആശയത്തിന്റെ ക്ലാസ് കാണാൻ പറഞ്ഞത്. ആശയത്തിന്റെ ക്ലാസ് നമ്മളിവിടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചുവടെ കൊടുത്ത മനോപാഠം നോട്ട് പുസ്തകത്തിൽ എഴുതി പൂർത്തിയാക്കൂ. അപ്പൊ പരിക്കേറ്റ കുട്ടി എന്നുള്ള കവിതയിലെ സമാന കവിതകൾ എന്തൊക്കെയാണ്? കവിയെ കുറിച്ച്, ഇഷ്ടപ്പെട്ട വരികൾ, കവിതയിലെ ആശയം, സവിശേഷ പ്രയോഗങ്ങൾ. അപ്പൊ മനോപാഠത്തിന്റെ സഹായത്തോടെ പരിക്കേറ്റ കുട്ടി എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ തയ്യാറാക്കുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമാന കവിതകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വേറെ കവിത, ആ കവിതയുടെ പേര്, കവിയെക്കുറിച്ച്, കുമാരനാശാനെ കുറിച്ച്, പിന്നെ ഇഷ്ടപ്പെട്ട വരികൾ ഏതാന്ന് എഴുതാം, ഇപ്പൊ സവിശേഷ പ്രയോഗങ്ങൾ അങ്ങനെ എഴുതുക. എന്നിട്ട് അതൊരു ആസ്വാദന കുറിപ്പായിട്ട് ഇങ്ങോട്ട് എഴുതുക കേട്ടോ.
കുമാരനാശാന്റെ പുഷ്പവടി എന്ന കവിതാ സമാഹാരത്തിലെ മനോഹരമായ ഒരു കവിതയാണ് പരിക്കേറ്റ കുട്ടി. വാത്സല്യം തുളുമ്പുന്ന അമ്മയും കളിച്ചു വളരുന്ന ഒരു കുട്ടിയും തമ്മിലുള്ള ബന്ധമാണ് ഈ കവിതയുടെ പ്രധാന ഇതിവൃത്തം. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ് കൈക്കും കാലിനും തലയ്ക്കും മുറിവേറ്റ കുട്ടിയെ ആശ്വസിപ്പിക്കുന്ന ഒരമ്മയുടെ സ്നേഹമാണ് കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത്. കരയുന്ന കുട്ടിയെ കോമനെ എന്ന് വിളിച്ച് അമ്മ അരികിലേക്ക് വരുന്നു. പനിനീർ ചെമ്പകത്തിന്റെ മുള്ളുകൊണ്ട് കുഞ്ഞിന്റെ കയ്യിൽ മുറിവേറ്റതും തൈമാവിൽ നിന്ന് വീണ് കാൽമുട്ട് ചതഞ്ഞതും കട്ടിലിൽ നിന്ന് വീണ് മുഖത്തെ മുറിവേറ്റതും അമ്മ പറയുന്നു. എന്നാൽ ഈ മുറിവുകൾക്ക് താൻ കുട്ടിയെ തല്ലില്ലെന്നും കളിച്ചു വളരുന്ന കുട്ടികൾക്ക് ഇത്തരം മുറിവുകൾ ഒരു ഭൂഷണം വെച്ച അലങ്കാരം ആണെന്നും അമ്മ പറയുന്നു. അവസാനം അമ്മ മുറിവുകളിൽ ഓരോന്നായി ഉമ്മ വെക്കുകയും അതോടെ കുട്ടിയുടെ ദുഃഖം മാറി കാർമേഘം നീങ്ങിയ ചന്ദ്രനെ പോലെ, ശശി പറയുന്നുണ്ട് അല്ലേ, കാർ നീങ്ങിയ ശശി വെച്ച ചന്ദ്രനാണ്, ചന്ദ്രനെ പോലെ അവൻ പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. ലളിതമായ ഭാഷയും മനോഹരമായ ബിംബകൽപ്പനകളും ഈ കവിതയെ ആകർഷകമാക്കുന്നു. വിങ്ങിക്കരയായി കോമനെ, പൂങ്കവിളും നീ, കാർ നീങ്ങും ശശി പോലെ തുടങ്ങിയ പ്രയോഗങ്ങൾ കവിതയ്ക്ക് സൗന്ദര്യം നൽകുന്നു. അമ്മയുടെ വാത്സല്യവും കുട്ടിയുടെ നിഷ്കളങ്കതയും കവിതയിൽ അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. അടുത്തത് ഇതുപോലെയുള്ള സമാന കവിതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉപ്പ എൻ്റെ ഉപ്പയെനിക്കുജ്ജല നക്ഷത്രം, ഉപ്പ എൻ്റെ ഉപ്പയെനിക്ക് അക്ഷയപാൽ പാത്രം. ഈ വരികള് കുരീപ്പുഴ ശ്രീകുമാറിന്റെയാണ്. കവി കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയ വരികളാണ്. അടുത്ത കവി കൈതപ്രം എഴുതിയ വരികളാണ്. എന്നുമെൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണച്ഛൻ, കടലാസു തോണിയെ പോലെ എൻ ബാല്യത്തിൽ ഒഴുകുന്ന ഒരു ഓർമ്മയാണച്ഛൻ, ഉടലാർന്ന കാരുണ്യമച്ഛൻ, കൈവന്ന ഭാഗ്യമാണ് അച്ഛൻ്റെ സിനിമ പാട്ടും കൂടിയാണ് കേട്ടോ. അതുപോലെ അടുത്ത എന്താണ്, ഇടശ്ശേരി. കവി ഇടശ്ശേരിന്റെ വരികൾ എന്താണ് സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്? പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ, കാറ്റിൻ ചുഴലിയായി ചെന്നുഭൂതം, കുറ്റിക്കണക്കങ്ങ് നിന്നാളമ്മ, കാട്ടുതീയായിട്ടും ചെന്നുഭൂതം, കണ്ണീരാലൊക്കെ അടുത്താളമ്മ, നരിയായി പുലിയാം ചെന്നുഭൂതം, തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. ഇടശ്ശേരിന്റെ കവിതയൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വായിക്കാൻ ശ്രമിക്കുക. വളരെ വളരെ മനോഹരമായിട്ടുള്ള കവിതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കവിതയുടെ പൂർണ്ണരൂപം വായിക്കാൻ കിട്ടുമെങ്കിൽ നമ്മുടെ ലൈബ്രറിയിലൊക്കെ ഉണ്ടാവും, വായിക്കുക കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ള കവിതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന. ഇടശ്ശേരിന്റെ കവിതയും അതുപോലെ കൈതപ്രത്തിന്റെ, കുരീപ്പുഴ ശ്രീകുമാർ ഇവരുടെയൊക്കെ ഈ കവിതകളൊക്കെ വളരെ വളരെ മനോഹരമായ കവിതകളാണ് കേട്ടോ. ഫുള്ളായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമെങ്കിൽ വായിക്കുക. സ്നേഹവും സൗഹൃദവും കരുതലും ഇങ്ങനെ എത്ര കവിതകളിലുണ്ട്. അത്തരം കവിതകൾ കണ്ടെത്തി എഴുതി സൂക്ഷിക്കൂ. കൂട്ടായും തനിച്ചായും ചൊല്ലുമല്ലോ. അപ്പോൾ അത് കളക്ട് ചെയ്യുക കേട്ടോ. അത്തരം കവിതകൾ കളക്ട് ചെയ്യുക. വെറുതെ കളക്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അത് വായിക്കാൻ കൂടെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ ക്ലാസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാ കൂട്ടർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തതായിട്ട് ഏത് ചാപ്റ്ററിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.